നെറ്റ്വർക്ക് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അറേബ്യൻ ജ്വല്ലേഴ്സ് പയ്യന്നൂർ ആൻഡ് തൃക്കരിപ്പൂർ, കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ, സ്കൈ ഗോൾഡ് പത്തരമാറ്റിന്റെ ആത്മബന്ധം, സുനിത ഫർണിച്ചർ, സുനിത ടവർ, താവക്കര, കണ്ണൂർ. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇരുപത്തിനാല് മണിക്കൂർ ദേശീയ പണിമുടക്ക്. കേരളത്തിൽ ജനജീവിതം സ്തംഭിച്ചു. പണിമുടക്ക് ദിനത്തിൽ തൃക്കരിപ്പൂർ പഞ്ചായത്ത് ഓഫീസിൽ ജോലിക്കെത്തിയ ജീവനക്കാരനെ മർദ്ദിച്ചതായി പരാതി. കാസർഗോഡ് റവന്യൂ ജില്ലാ അധ്യാപക TTI കലോത്സവം സമാപിച്ചു. SN TTI നീലേശ്വരവും ഡയറ്റ് മായിപ്പാടിയും 1ഉം 2ഉം സ്ഥാനങ്ങളിൽ. താവം റെയിൽവേ ഗേറ്റ് അറ്റകുറ്റപ്പണിക്കായി അടച്ചിട്ടു. ബുധനാഴ്ച രാവിലെ മുതൽ വ്യാഴാഴ്ച വൈകുന്നേരം 6 മണിവരെയാണ് ഗേറ്റ് അടച്ചിടുന്നത്. ചെറുകുന്ന് പഞ്ചായത്തിലെ പൂങ്കാവ് പ്രദേശത്തെ നാട്ടുകാരുടെ യാത്രാ ദുരിതത്തിന് അറുതിയാകുന്നു. പൊട്ടിപ്പൊളിഞ്ഞ പൂങ്കാവ് മുട്ടിൽ അണക്കെട്ട് റോഡ് 38 ലക്ഷം രൂപ ചെലവിൽ ടാറിംഗ് നടത്തുന്നു. പ്രമുഖ കന്നഡ എഴുത്തുകാരൻ MM കലബുർഗിയെ കൊലപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ച് പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെയും കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെയും ആഭിമുഖ്യത്തിൽ പിലാത്തറയിൽ പ്രതിഷേധ കൂട്ടായ്മ. പച്ചത്തേങ്ങയുടെ വിലയിടിച്ചിൽ തുടരുന്നു. ന്യായവില നൽകി പച്ചത്തേങ്ങ സംഭരിക്കണമെന്ന് കേര കർഷകർ. വാർത്തകൾ വിശദമായി. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ തൊഴിലാളി വിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ച് സംയുക്ത ട്രേഡ് യൂണിയൻ ആഹ്വാനം ചെയ്ത 24 മണിക്കൂർ അഖിലേന്ത്യാ പണിമുടക്ക് പൂർണ്ണം. പണിമുടക്ക് ഹർത്താലിന്റെ പ്രതീതിയിൽ. വിലക്കയറ്റം തടയുക ഉൾപ്പെടെ 7ഓളം ആവശ്യങ്ങൾ ഉന്നയിച്ച് സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ ആഹ്വാനം ചെയ്ത 24 മണിക്കൂർ ദേശീയ പണിമുടക്ക് പയ്യന്നൂരിൽ പൂർണ്ണം. ഹർത്താൽ പ്രതീതി ജനിപ്പിച്ച് നഗരം നിശ്ചലമായി. കടകമ്പോളങ്ങൾ പൂർണ്ണമായും അടഞ്ഞുകിടന്നു. ചൊവ്വാഴ്ച അർദ്ധരാത്രിയോടെ തന്നെ KSRTC ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ സർവീസ് നിർത്തിവച്ചിരുന്നു. റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ യാത്രക്കാരെ പതിവ് പോലെ പണിമുടക്ക് ദുരിതത്തിലാഴ്ത്തി. പണിമുടക്കിന്റെ ഭാഗമായി സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ നഗരത്തിൽ പ്രകടനവും പൊതുയോഗവും നടന്നു. സെൻട്രൽ ബസാറിൽ നിന്നും ആരംഭിച്ച പ്രകടനത്തിൽ നിരവധി പേർ അണിനിരന്നു. പ്രകടനം പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം C. കൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. രാത്രി 12 മണിക്ക് ആരംഭിച്ച പണിമുടക്ക് ഇന്ന് രാത്രി 12 മണി വരെ തുടരും. രാവിലെ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തയിൽ രാജ്യത്തെ പ്രധാന വ്യവസായ നഗരങ്ങളിലെല്ലാം നിരവധി നേതാക്കൾ സംസാരിച്ചു. പയ്യന്നൂർ പെരുമ്പ ടാക്സി സ്റ്റാൻഡിന് സമീപം ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ ഭക്ഷണം കിട്ടാതെ വലഞ്ഞവർക്ക് ഭക്ഷണം വിതരണം ചെയ്തു. പിലാത്തറ മേഖലയിലും പണിമുടക്ക് പൂർണ്ണമായിരുന്നു. സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ പിലാത്തറ ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച് പ്രകടനവും പൊതുയോഗവും നടന്നു. മോഹൻദാസ് അധ്യക്ഷനായി. EP ബാലൻ, MV രാമകൃഷ്ണൻ, TV പത്മനാഭൻ, T കുഞ്ഞിക്കണ്ണൻ എന്നിവർ സംസാരിച്ചു. മാതമംഗലത്ത് ഇരുചക്രവാഹനങ്ങൾ നിരത്തിലിറങ്ങി. കടകമ്പോളങ്ങൾ പൂർണ്ണമായും അടഞ്ഞുകിടന്നു. മാതമംഗലം കേന്ദ്രീകരിച്ച് നടന്ന പ്രകടനത്തിൽ നിരവധി പ്രവർത്തകർ അണിനിരന്നു. തുടർന്ന് നടന്ന പൊതുയോഗം CITU ഏരിയ സെക്രട്ടറി PP ദാമോദരൻ ഉദ്ഘാടനം ചെയ്തു. K അബ്ദുള്ള മാസ്റ്റർ അധ്യക്ഷനായി. KV ഗോവിന്ദൻ, PV ശങ്കരൻ, KV സുനിൽകുമാർ, K ദാമോദരൻ എന്നിവർ സംസാരിച്ചു. കുറ്റൂരിൽ പണിമുടക്കിന്റെ ഭാഗമായി സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും നടന്നു. സജികുമാർ അധ്യക്ഷനായി. P ദാക്ഷായണി, KC കുഞ്ഞിരാമൻ, PV കമലാക്ഷൻ, KP കോരൻ മാസ്റ്റർ, M കുഞ്ഞപ്പൻ എന്നിവർ സംസാരിച്ചു. തൃക്കരിപ്പൂരിൽ ഹർത്താൽ പൂർണ്ണം. സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച് പ്രകടനവും പൊതുയോഗവും നടത്തി. സംയുക്ത ട്രേഡ് യൂണിയൻ നേതാക്കളായ KV ജനാർദ്ദനൻ, PA റഹ്മാൻ, M രാമചന്ദ്രൻ, MV സുകുമാരൻ, VV കൃഷ്ണൻ, M കരുണാകരൻ, M ഗംഗാധരൻ, P കുഞ്ഞമ്പു തുടങ്ങിയവർ നേതൃത്വം നൽകി. കരിവെള്ളൂരിൽ കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു.
കരിവള്ളൂർ ബസാറിൽ നിന്നും ആരംഭിച്ച പ്രകടനം പാലക്കുന്ന് ഓണക്കുന്ന് വഴി തിരിച്ച് പാലക്കുന്നിൽ എത്തി സമാപിച്ചു. ഇ പി കരുണാകരൻ, ഇ പി തമ്പാൻ മാസ്റ്റർ, കെ നാരായണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. വെള്ളൂർ നോർത്തിൽ നിന്നും ആരംഭിച്ച പ്രകടനം ആലിൻകീഴിൽ സമാപിച്ചു. സരിൻ ശശി പ്രസംഗിച്ചു. അഖിലേന്ത്യാ പണിമുടക്ക് പഴയങ്ങാടി, ചെറുകുന്ന മേഖലകളിൽ പൂർണ്ണം. കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു. ഇരുചക്ര വാഹനങ്ങൾ മാത്രമാണ് നിരത്തിലിറങ്ങിയത്. സർക്കാർ ഓഫീസുകൾ അടഞ്ഞുകിടന്നു. പഴയങ്ങാടി, കണ്ണപുരം റെയിൽവേ സ്റ്റേഷനുകളിലും യാത്രക്കാർ കുറവായിരുന്നു. മലയോരത്തും പണിമുടക്ക് ഹർത്താലിന്റെ പ്രതീതി ജനിപ്പിച്ചു. കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു. വാഹനങ്ങൾ നിരത്തിലിറങ്ങിയില്ല. പണിമുടക്ക് ദിനത്തിൽ തൃക്കരിപ്പൂർ പഞ്ചായത്ത് ഓഫീസിൽ ജോലിക്കെത്തിയ ജീവനക്കാരനെ മർദ്ദിച്ചതായി പരാതി. മർദ്ദനമേറ്റ LD ക്ലർക്ക് മുഹമ്മദ് ഷമീറിനെ തങ്കയം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃക്കരിപ്പൂർ പഞ്ചായത്ത് ഓഫീസിൽ പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി അടക്കം 6ഓളം പേർ ജോലി ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞാണ് സമരാനുകൂലികൾ പഞ്ചായത്ത് ഓഫീസിലേക്ക് എത്തിയത്. ഇതേസമയം മുൻവശത്തെ വാതിൽ അടഞ്ഞുകിടക്കുന്നതായും 6ഓളം ജീവനക്കാർ ഓഫീസിനുള്ളിൽ ജോലി ചെയ്യുന്നതായും കണ്ടു. അതിനാൽ തന്നെ പിൻവാതിലിലൂടെയാണ് ജീവനക്കാർ അകത്തുകയറിയതെന്നും സമരക്കാർ പറയുന്നു. അറ്റൻഡൻസ് മാർക്ക് ചെയ്ത് തിരിച്ചുപോകാൻ നിന്ന ജീവനക്കാരെ സമരക്കാർ തടഞ്ഞത് നേരിയ തോതിൽ വാക്കേറ്റത്തിന് ഇടയാക്കി. സംഭവം അറിഞ്ഞ് സ്ഥലത്തെത്തിയ പോലീസ് സ്ഥിതി നിയന്ത്രിക്കുകയും ജീവനക്കാരോട് വൈകുന്നേരം വരെ ജോലി ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ജീവനക്കാരും സമരാനുകൂലികളും തമ്മിൽ നടന്ന വാക്കേറ്റത്തിനിടയ്ക്കാണ് തനിക്ക് മർദ്ദനമേറ്റതെന്നാണ് LD ക്ലർക്ക് മുഹമ്മദ് ഷമീർ പറയുന്നത്. പഞ്ചായത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ പുതിയതായിട്ട് ജോലിയിൽ പ്രവേശിച്ചത് 3 മാസമായിട്ട് ഉള്ള ജോലിയിൽ പ്രവേശിച്ചിട്ട്, അപ്പോൾ ഇപ്പോൾ പ്രൊമോഷൻ കാലയളവായതുകൊണ്ട് തന്നെ എനിക്ക് ജോലിയിൽ ഡ്യൂട്ടിയിൽ ഹാജരാകൽ നിർബന്ധം ആയതുകൊണ്ടാണ് ഇന്ന് പണിമുടക്കായിട്ട് ഞാൻ ഏകദേശം രാവിലെ തന്നെ 7 മണിയോടുകൂടി തന്നെ ഞാൻ ഓഫീസിൽ വരികയും എൻ്റെ ജോലിയിൽ ഞാൻ വർക്കുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അവിടെ നിൽക്കുന്ന സമയത്താണ് ഇവർ ഒരു 15-20ഓളം പേര് ഓഫീസിൻ്റെ അകത്തേക്ക് ബാക്ക് ഡോറിലൂടെ വാതിൽ അടച്ചിട്ടുണ്ടായത്. അടച്ച വാതിൽ ഉന്തി ചീത്തയും വിളിച്ചൊക്കെ അകത്തേക്ക് വന്നത്. അപ്പോൾ ആ സമയത്ത് അവരെ നേരെ വന്നത്, അവരെ മുമ്പിൽപ്പെട്ടത് ഞാനാണ്. അപ്പോൾ എൻ്റെ മുമ്പിലുണ്ടായ ഫയലും മറ്റൊക്കെ അവർ വലിച്ചെറിയുകയും എന്നെ അവർ കുറേ പേര് വന്ന് എന്നെ പിടിച്ച് മതിലിനോട് ചേർത്തിയത് എന്നെ തല്ലുകയും ചെയ്തിട്ടുണ്ട്. പ്രൊബേഷൻ പീരീഡിലായതിനാലാണ് ജോലിക്കെത്തിയതെന്നും ഇയാൾ പറയുന്നു. മർദ്ദനമേറ്റ ഷമീറിനെ തങ്കയം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃക്കരിപ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MDP കരീം എന്നിവർ ഷമീറിനെ ആശുപത്രിയിലെത്തി സന്ദർശിച്ചു. സംഭവത്തിൽ ഷമീർ പോലീസിൽ പരാതി നൽകി. മുത്തൂർ ഫിൻകോർപ്പിന്റെ തൃക്കരിപ്പൂർ ബ്രാഞ്ചിലും ജോലി ചെയ്യാനെത്തിയ ജീവനക്കാരെ സമരക്കാർ തടഞ്ഞത് വാക്കേറ്റത്തിനിടയാക്കി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കാസർഗോഡ് റവന്യൂ ജില്ലാ അധ്യാപക TTI കലോത്സവം ഗവൺമെന്റ് TTI കണ്ണിവയലിൽ സമാപിച്ചു. SNTTI നീലേശ്വരം 1ാം സ്ഥാനവും ഡയറ്റ് മായിപ്പാടി 2ാം സ്ഥാനവും കരസ്ഥമാക്കി. കലോത്സവത്തോടനുബന്ധിച്ച് നടന്ന സമ്മേളനം ടോമി പ്ലാച്ചേരി ഉദ്ഘാടനം ചെയ്തു. മേരിക്കുട്ടി ജെയിംസ് അധ്യക്ഷത വഹിച്ചു. കണ്ണിവയൽ ഗവൺമെന്റ് TTIയിൽ ഇത് ആദ്യമായാണ് ജില്ലാ മത്സരം നടത്തുന്നത്. അധ്യാപകർക്കായി ലളിതഗാനം, സംഘഗാനം, കവിയരങ്ങ് എന്നിവയും അധ്യാപക വിദ്യാർത്ഥികൾക്കായി ലളിതഗാനം, മാപ്പിളപ്പാട്ട്, പദ്യം ചൊല്ലൽ, മോണോ ആക്ട്, പ്രസംഗം, പ്രഭാഷണം, സംഘഗാനം എന്നിവയുമായിരുന്നു മത്സര ഇനങ്ങൾ. 92 പോയിന്റോടുകൂടി SNTTI നീലേശ്വരവും 84 പോയിന്റോടുകൂടി ഡയറ്റ് മായിപ്പാടിയും 1ഉം 2ഉം സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. വിജയികൾക്കുള്ള സമ്മാനദാനം ഈസ്റ്റ് എളേരി പഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് പന്തമാക്കൽ നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മിനി ചെറിയാൻ അധ്യക്ഷത വഹിച്ചു. C രാഘവൻ, ചാക്കോ കിഴുതറയിൽ, AK ജലാൽ, KA മൊയ്തീൻ കുഞ്ഞി തുടങ്ങിയവർ പ്രസംഗിച്ചു. ചെറുകുന്ന് പഞ്ചായത്തിലെ പൂങ്കാവ് പ്രദേശത്തെ നാട്ടുകാരുടെ യാത്രാ ദുരിതത്തിന് അറുതിയാകുന്നു. പൊട്ടിപ്പൊളിഞ്ഞ പൂങ്കാവ് മുട്ടിൽ അണക്കെട്ട് റോഡ് 38 ലക്ഷം രൂപ ചെലവിൽ ടാറിംഗ് നടത്തുന്നു. ചെറുകുന്ന് ഗ്രാമപഞ്ചായത്തിലെ പൂങ്കാവ് നിവാസികൾ ഏറെക്കാലമായി റോഡിന്റെ അറ്റകുറ്റപ്പണിക്കായി മുറവിളി കൂട്ടുന്നു. ഒടുവിൽ അധികൃതർ ഇടപെട്ട് ശാശ്വത പരിഹാരമാകുന്നു. പുന്നച്ചേരി സാംസ്കാരിക നിലയം മുതൽ മുട്ടിൽ അണക്കെട്ട് വരെയുള്ള ഭാഗത്താണ് അറ്റകുറ്റപ്പണി നടത്തുക. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച 30 ലക്ഷം രൂപയും ചെറുകുന്ന് ഗ്രാമപഞ്ചായത്ത് അനുവദിച്ച 8 ലക്ഷം രൂപയും ചേർത്താണ് ഫണ്ട് അനുവദിച്ചത്. സാങ്കേതിക അനുമതി പൂർത്തിയായി ടെൻഡർ നടപടി പുരോഗമിച്ചു വരികയാണ്. മഴ മാറിയാൽ ഉടൻ പ്രവൃത്തി ആരംഭിക്കുവാൻ സാധിക്കുമെന്ന് ചെറുകുന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KV നാരായണൻ പറഞ്ഞു. അങ്ങനെ 30 ലക്ഷം രൂപയും ഗ്രാമപഞ്ചായത്തിന്റെ പദ്ധതി തുകയായ 8,25,000 രൂപയും അടക്കം 38,25,000 രൂപയുടെ പദ്ധതിക്ക് DPC അംഗീകാരം കിട്ടി. അതിൻ്റെ
ടെക്നിക്കൽ സാങ്ഷന് വേണ്ടി സമർപ്പിക്കേണ്ട നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അസിസ്റ്റന്റ് എഞ്ചിനീയർ പെട്ടെന്ന് തന്നെ TS വാങ്ങിച്ച് അത് ടെൻഡർ നടത്താൻ വേണ്ടി സാധിക്കുമെന്നുള്ളതാണ് ആ റോഡുമായി ബന്ധപ്പെട്ട കാര്യം എന്നുള്ളത് പറയാനുള്ളത്. പൊതുവെ ഗ്രാമപഞ്ചായത്തിൽ മറ്റ് പ്രദേശങ്ങളെ താരതമ്യപ്പെടുത്തി നോക്കിയാൽ മോശമല്ലാത്ത യാത്രാ സൗകര്യം റോഡുകളുള്ള ഒരു പഞ്ചായത്താണ് ചെറുകുന്ന് എന്നുള്ളത് കൂടി ഈ സന്ദർഭത്തിൽ ഞാൻ പറയുകയാണ്. ചെറുകുന്ന് ഗ്രാമപഞ്ചായത്തിലെ താവം പള്ളിക്കര റോഡ്, താവം ശ്രീശക്തി ടാക്കീസ്, ദാലിർ റോഡ് എന്നിവയും അറ്റകുറ്റപ്പണി നടത്തുവാൻ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. മാടായി കോപ്പറേറ്റീവ് ബാങ്കിന് പുതിയ സാരഥി. CPM ജില്ലാ കമ്മിറ്റി അംഗം PP ദാമോദരനെയാണ് ബാങ്കിന്റെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുത്തത്. കേരളത്തിലെ മികച്ച സഹകരണ ബാങ്കിംഗ് സ്ഥാപനമായ മാടായി കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് PP ദാമോദരൻ ചുമതലയേറ്റു. നേരത്തെ പ്രസിഡന്റ് ആയിരുന്ന K പത്മനാഭൻ CPM മാടായി ഏരിയ സെക്രട്ടറിയായി ചുമതലയേറ്റതിനെ തുടർന്നാണ് ബാങ്ക് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് PP ദാമോദരനെ തിരഞ്ഞെടുത്തത്. പിലാത്തറ കോഓപ്പറേറ്റീവ് കോളേജ് ഭരണസമിതി ചെയർമാൻ, കർഷക സംഘം സംസ്ഥാന സമിതി അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചിരുന്ന PP ദാമോദരൻ മികച്ച നേതൃപാഠവുമുള്ള വ്യക്തിത്വമാണ്. ഓഗസ്റ്റ് 31 തിങ്കളാഴ്ച ചേർന്ന ഭരണസമിതി യോഗത്തിലാണ് PP ദാമോദരനെ പ്രസിഡന്റായി തിരഞ്ഞെടുത്തത്. താവം റെയിൽവേ ഗേറ്റ് അറ്റകുറ്റപ്പണിക്കായി അടച്ചിട്ടു. ബുധനാഴ്ച രാവിലെ മുതൽ വ്യാഴാഴ്ച വൈകുന്നേരം 6 മണിവരെയാണ് ഗേറ്റ് അടച്ചിടുന്നത്. താവം റെയിൽവേ ഗേറ്റ് അടച്ചിട്ട് അറ്റകുറ്റപ്പണി ആരംഭിച്ചു. ലെവൽ ക്രോസ് പ്രദേശത്തെ സ്ലാബുകൾ മാറ്റിസ്ഥാപിക്കുന്നതിനാണ് ഗേറ്റ് അടച്ചിട്ടത്. ബുധനാഴ്ച രാവിലെ മുതൽ തന്നെ നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചിരുന്നു. 30ഓളം തൊഴിലാളികൾ ചേർന്ന് ദ്രുതഗതിയിലാണ് നിർമ്മാണം നടത്തുന്നത്. ഹർത്താൽ ദിനം പ്രവൃത്തി നടത്തിയതിനാൽ ജനങ്ങൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് ഒരു പരിധിവരെ ഒഴിവാക്കാൻ സാധിച്ചു. നിർമ്മാണ പ്രവൃത്തി നടക്കുന്നതിനാൽ വ്യാഴാഴ്ച കണ്ണൂർ ഭാഗത്തേക്കുള്ള ബസ്സുകൾ താവം റെയിൽവേ ഗേറ്റ് മുതലാണ് സർവീസ് നടത്തുക. ചെറുവാഹനങ്ങൾക്ക് താവം വേട്ടയ്ക്കൊരുമകൻ ക്ഷേത്രം റോഡ് വഴി കടന്നുപോകാൻ സാധിക്കും. നിർമ്മാണ പ്രവൃത്തി സമയബന്ധിതമായി പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന വിശ്വാസത്തിലാണ് റെയിൽവേ. പച്ചത്തേങ്ങയുടെ വില ദിനംതോറും ഇടിയുന്നു. അടിയന്തരമായി ന്യായവില നൽകി പച്ചത്തേങ്ങ സംഭരിക്കണമെന്ന് കർഷകർ. കേരളം എന്ന പേരിനെ അന്വർത്ഥമാക്കിയ നാളികേരത്തിന് ദിനംതോറും വൻ വില തകർച്ച നേരിട്ടുകൊണ്ടിരിക്കുന്നു. നാളികേര കൃഷി നടത്തി ജീവിക്കാമെന്നുള്ളത് ഇന്ന് ഒരു വ്യാമോഹം മാത്രമാണ്. 32 ലക്ഷം കേര കർഷകർ തേങ്ങയുടെ വിലയിടിവ് മൂലം ദുരിതം അനുഭവിക്കുന്നു. സ്വകാര്യ കമ്പനികൾ ഇഷ്ടം പോലെ കൊപ്രയും പാമോയിലും തേങ്ങാപ്പിണ്ണാക്കുമൊക്കെ ഇറക്കുമതി ചെയ്യുന്നു. വെളിച്ചെണ്ണയിൽ കൊളസ്ട്രോൾ അടങ്ങിയിരിക്കുന്നു എന്ന തെറ്റായ പ്രചരണവും പലതരം ഭക്ഷ്യ ഈ മേഖലയുടെ തകർച്ചയ്ക്ക് ഒരു കാരണമായി. രോഗബാധയേറ്റ് തേങ്ങകൾ പൊഴിഞ്ഞു പോകുന്നത് കർഷകന് കൂനിന്മേൽ കുരുവെന്ന പോലെയായി. കൊപ്ര സംഭരണത്തിനും മറ്റും മുമ്പ് സ്വീകരിച്ചിരുന്ന പല മാർഗങ്ങളും ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നു. കേരഫെഡിന്റെ പച്ചത്തേങ്ങ സംഭരണം കേര കർഷകർക്ക് വലിയ ഒരു അനുഗ്രഹമായിരുന്നു. കിലോയ്ക്ക് 25 രൂപയ്ക്കാണ് ഇപ്പോൾ സംഭരണം. അതും കൃഷിഭവനിൽ രജിസ്റ്റർ ചെയ്ത കർഷകർക്ക് മാത്രം. അതുകൊണ്ട് തന്നെ വിപണി വിലയും താഴേക്കാണ്. കിലോയ്ക്ക് 22 രൂപയാണ് ഇപ്പോഴത്തെ വില. കേന്ദ്ര നാളികേര ബോർഡ് ആയിരക്കണക്കിന് തെങ്ങുകയറ്റ തൊഴിലാളികൾക്ക് പരിശീലനവും യന്ത്രങ്ങളും നൽകിയിട്ടും തെങ്ങ് കയറാൻ തെങ്ങൊന്നിന് 50 രൂപയാണ് കൂലി. മാത്രവുമല്ല, ഇവരെ വിളിച്ചാൽ കിട്ടുകയുമില്ല. കൂലിച്ചെലവ് പോലും നാളികേരം വിറ്റാൽ കിട്ടാത്ത അവസ്ഥയാണ് ഇന്നുള്ളത്. സർക്കാർ അടിയന്തരമായി വിപണിയിൽ ഇടപെടണമെന്നാണ് കേര കർഷകരുടെ ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. പ്രമുഖ കന്നഡ എഴുത്തുകാരൻ MM കലബുർഗിയെ കൊലപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ച് പിലാത്രയിൽ പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെയും കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെയും ആഭിമുഖ്യത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. CPM ജില്ലാ കമ്മിറ്റി അംഗം PP ദാമോദരൻ ഉദ്ഘാടനം ചെയ്തു. രാജേഷ് കടന്നപ്പള്ളി അധ്യക്ഷനായി. ജിനേഷ് കുമാർ എരമം, PK മധുസൂദനൻ, MV ചന്ദ്രൻ, TP പത്മനാഭൻ എന്നിവർ സംസാരിച്ചു. സംഘപരിവാര ശക്തികളുടെ നിഷ്ഠുരമായ പ്രവൃത്തികൾക്കെതിരെ അതിശക്തമായ പ്രതികരണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. കേരളത്തിൽ വിശേഷിച്ചും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ, അതിന്റെ നേതാവായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനെ കായികമായി നേരിട്ട് നശിപ്പിച്ചു കളയാം എന്ന മൗഢ്യധാരണയോടുകൂടിയാണ് BJP ഈസ്റ്റ് എളേരി പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ രാഷ്ട്രീയ വിശദീകരണ യോഗം ചിറ്റാരിക്കലിൽ സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് K ശ്രീകാന്ത് ഉദ്ഘാടനം ചെയ്തു. അല്ലെങ്കിൽ തന്നെ ഭ്രാന്ത്, ഈ ഭ്രാന്തന്മാർക്ക് മദ്യം കുടിപ്പിച്ച എങ്ങനെ ഉണ്ടാവും, കുടിച്ചാൽ എന്തുണ്ടാവും സ്ഥിതി? അതുപോലത്തെ ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉണ്ടായത്. അല്ലെങ്കിൽ തന്നെ ഇവന്മാർക്ക് നേരെയില്ല. ഇപ്പൊ അവിടെ നിന്ന് ബ്ലാങ്ക് ചെക്ക് കിട്ടിയതോടെ കൂടിയിട്ട് എല്ലാ BJP സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് AV കേശവൻ മുഖ്യപ്രഭാഷണം നടത്തി. MN ഗോപി അധ്യക്ഷത വഹിച്ചു. CV സുരേഷ്, T രാധാകൃഷ്ണൻ, KR ഹരികുമാർ, K വേണുഗോപാൽ, JB ഫ്രാൻസിസ്, APV വേണുനാഥൻ, അനീഷ് കോളിയാട്ട്, മോഹനൻ പലേരി, NK ബാബു തുടങ്ങിയവർ പ്രസംഗിച്ചു.
പണിമുടക്കും ഹർത്താലും ജനകീയമായ പ്രതിഷേധ രീതികളാണെങ്കിലും അപ്രതീക്ഷിതമായ ചിലർക്കെങ്കിലും ഇവ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കാറുണ്ട്. എങ്കിലും ഇത്തരം ബുദ്ധിമുട്ടുകളെയും ആവേശപൂർവ്വം ആഘോഷമാക്കി മാറ്റുന്ന ചിലരുണ്ട്. നെറ്റ്വർക്ക് ക്യാമറമാൻ പവിത്രൻ കണ്ടോത്ത് പകർത്തിയ ദൃശ്യങ്ങളിലേക്ക്. പണിമുടക്കിന്റെയും ഹർത്താലിന്റെയും സ്ഥിരം കാഴ്ചകളിൽ നിന്നും വ്യത്യസ്തത തേടി ഇറങ്ങിയപ്പോഴാണ് ഈ ദൃശ്യങ്ങൾ ഞങ്ങളുടെ കണ്ണിൽപ്പെടുന്നത്. അർദ്ധരാത്രി മുതൽ പണിമുടക്ക് ആരംഭിച്ചതു മുതൽ ദേശീയപാതയോരങ്ങൾ നാഷണൽ പെർമിറ്റ് ലോറികൾ കൈയടക്കിയിരുന്നു. പണിമുടക്ക് 24 മണിക്കൂർ ആയതുകൊണ്ട് ഇനി രാത്രി മാത്രമേ യാത്ര തുടരാനാകൂ. അതുകൊണ്ട് തന്നെ സമയം തള്ളി നീക്കണം, ഒപ്പം വിശപ്പും മാറ്റണം. അപ്പോഴാണ് ഡ്രൈവർമാർക്കും ക്ലീനർമാർക്കും ഇങ്ങനെയൊരു ഐഡിയ തോന്നിയത്. വിശപ്പ് മാറണമെങ്കിൽ ഭക്ഷണം സ്വയം പാകം ചെയ്തേ പറ്റൂ. ഒടുവിൽ കയ്യിലുണ്ടായിരുന്ന സ്റ്റൗവും പാത്രങ്ങളും ഇത്തിരി അരിയും സാധനങ്ങളുമൊക്കെ വെച്ച് ഒരു പരീക്ഷണം തുടങ്ങി. പുറത്ത് പൊള്ളുന്ന വെയിലായതിനാൽ ഡ്രൈവിംഗ് സീറ്റിനോട് ചേർന്ന ഇടുങ്ങിയ സ്ഥലം തന്നെ ഇവർ അടുക്കളയുമാക്കി. ഏറ്റവും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതുകൊണ്ടാവണം കഞ്ഞി തന്നെയാണ് ഉണ്ടാക്കിയത്, പരിപ്പുകറിയും. ഭക്ഷണം കുശാൽ, വിശപ്പും മാറി, സമയവും നീങ്ങി. സിനിമാ ഡയലോഗ് പോലെ വിശ്രമവേളകൾ ആനന്ദകരമാക്കാൻ എന്തൊക്കെ വഴികൾ. ലോക നാളികേര ദിനത്തിൽ തൃക്കരിപ്പൂർ തങ്കയം ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രവളപ്പിൽ വിളഞ്ഞു നിൽക്കുന്ന തേങ്ങയിടാൻ നിലത്തിരിക്കണം. ഈ കൗതുക വാർത്ത ഒന്ന് കാണുക. 3 വർഷം മുൻപ് കേരശ്രീ തെങ്ങ് ക്ലസ്റ്റർ പദ്ധതിക്ക് കീഴിൽ കർഷകർക്ക് മുറിച്ചുമാറ്റേണ്ട തെങ്ങുകൾക്ക് പകരം നൽകിയ തൈകളിൽപ്പെട്ടതാണ് ഈ കൊച്ചു സുന്ദരിത്തൈ. ക്ലസ്റ്റർ കൺവീനർ പ്രഭാകരൻ ക്ഷേത്രത്തിലേക്ക് സൗജന്യമായി നൽകിയ 4 തൈകളിൽ ചാവക്കാട് CGD ഇനത്തിൽപ്പെട്ട തെങ്ങിൻ തൈയാണ് ക്ഷേത്രാവശ്യത്തിലേക്ക് വിളവെത്തി നിൽക്കുന്നത്. തേങ്ങയിടാൻ ആളെ അന്വേഷിച്ചാൽ തന്നെ കിട്ടാത്ത ഇക്കാലത്ത് ഏത് പിഞ്ചുകുട്ടികൾക്കും നിലത്തിരുന്നുകൊണ്ട് പറിച്ചെടുക്കാവുന്ന സങ്കരയിനത്തിൽപ്പെട്ട തെങ്ങിൻ തൈക്ക് ജന്മമേകിയത് കേരള സർവകലാശാലയ്ക്ക് കീഴിലെ പിലിക്കോട് പ്രാദേശിക ഗവേഷണ കേന്ദ്രത്തിൽ വെച്ചാണ്. ഇനി കാണാം നാട്ടുപച്ച. മഞ്ഞപ്പിത്തത്തിനെതിരായ ഒറ്റമൂലി എന്ന നിലയിൽ പേരുകേട്ട ഔഷധ സസ്യമാണ് കീഴാർ നെല്ലി. നനവാർന്ന പ്രദേശങ്ങളിൽ നന്നായി വളരുന്ന ഒരു ചെറു സസ്യമാണിത്. കീഴാർ നെല്ലിയെക്കുറിച്ച് കേൾക്കാത്ത മലയാളികൾ ഉണ്ടാവില്ല. മഞ്ഞപ്പിത്തം ഉണ്ടെങ്കിൽ അവിടെ കീഴാർ നെല്ലിയുടെ പ്രയോഗവും കാണും. വർഷം മുഴുവനും പുഷ്പിച്ചു നിൽക്കുന്ന അപൂർവം ചില ഔഷധച്ചെടികളിൽ ഒന്നാണിത്. നെല്ലിയും കീഴാർ നെല്ലിയും ഒരേ കുടുംബത്തിൽപ്പെടുന്ന സസ്യങ്ങളാണ്. യൂഫോർബിയേസി കുടുംബത്തിൽപ്പെട്ട ഇതിന്റെ ശാസ്ത്രനാമം ഫിലാന്തസ് ഡെബ്ലിസ് എന്നാണ്. കഫത്തെയും വിഷശക്തിയെയും കുറയ്ക്കാൻ കീഴാർ നെല്ലിക്ക് കഴിയും. ഉദരരോഗങ്ങൾക്കും നല്ലതാണ്. വ്രണം, അജീർണം, വായ്പുണ്ണ് തുടങ്ങിയ രോഗങ്ങൾക്കെല്ലാം കീഴാർ നെല്ലി പ്രതിവിധിയാണ്. ആയുർവേദം, യുനാനി, അലോപ്പതി, ചൈനീസ്, ജപ്പാനീസ് തുടങ്ങിയ ചികിത്സാരീതികളിലൊക്കെ കീഴാർ നെല്ലി ഉപയോഗിക്കുന്നു. ശരീരത്തെ ഉത്തേജിപ്പിച്ച് ഉന്മേഷമുള്ളതാക്കാൻ ഇതിലടങ്ങിയ സാപ്പോണിൻസ് ഉപയോഗിക്കുന്നു. ഇതിലെ ആൽക്കലോയിഡ് ബോധം കെടുത്താനും ഉപയോഗിച്ചു വരുന്നു. കരൾ, വൃക്ക തുടങ്ങിയവയ്ക്കുണ്ടാകുന്ന വിവിധ രോഗങ്ങൾക്ക് പ്രതിവിധിയാണ് കീഴാർ നെല്ലി. മുണ്ടിവീക്കത്തിനും കീഴാർ നെല്ലി മികച്ച ഔഷധമാണ്. ചെറുതാഴം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പൂർത്തീകരിച്ച വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം സെപ്റ്റംബർ 4 വെള്ളിയാഴ്ച TV രാജേഷ് MLA നിർവഹിക്കും. TV രാജേഷ് MLAയുടെ നിർദ്ദേശപ്രകാരം PTA തയ്യാറാക്കിയ 12.5 കോടി രൂപയുടെ വികസന പദ്ധതികളുടെ അടിസ്ഥാനത്തിലാണ് സ്കൂളിൽ വികസന പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്. 1 കോടി രൂപയുടെ വിവിധ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി. ഹയർ സെക്കൻഡറി കെട്ടിടം, ഓഡിറ്റോറിയം, ഉച്ചഭക്ഷണ പാചകശാല, സ്കൂൾ ഗ്രൗണ്ട് എന്നിവയുടെ നിർമ്മാണ പ്രവൃത്തിയാണ് പൂർത്തീകരിക്കുന്നത്. നിർമ്മാണ പ്രവൃത്തികളുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CM വേണുഗോപാലിന്റെ അധ്യക്ഷതയിൽ TV രാജേഷ് MLA, ജില്ലാ പഞ്ചായത്ത് അംഗം MV രാജീവൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് P കണ്ണൻ എന്നിവർ നിർവഹിക്കും. ഉദ്ഘാടനത്തിന് മുന്നോടിയായി സെപ്റ്റംബർ 3 വൈകിട്ട് പിലാത്രയിൽ നിന്നും വിളംബര ഘോഷയാത്ര നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി P ദാമോദരൻ, A മാധവൻ, PV ഗംഗാധരൻ, K സ്നേഹലത, M മോഹനൻ, A ജയൻ എന്നിവർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. വോളി പാടി അന്നൂർ ക്ലബ്ബ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ കാറമേൽ മുതൽ പാടിവയൽ പൊതുശ്മശാനം വരെയുള്ള റോഡ് ശുചീകരിച്ചു. വോളിപ്പാടി അന്നൂർ ക്ലബ്ബ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ കാറമൽ റോഡ് മുതൽ പാടിവയൽ പൊതുശ്മശാനം വരെയുള്ള റോഡ് ശുചീകരിച്ചു. നിരവധി ആളുകൾ ഉപയോഗിക്കുന്ന റോഡ് കാടുകൾ നിറഞ്ഞ് കാൽനടയാത്ര പോലും ബുദ്ധിമുട്ടിലായ സാഹചര്യത്തിലാണ് പണിമുടക്ക് ദിനത്തിൽ ക്ലബ്ബ് പ്രവർത്തകർ ശുചീകരണ പ്രവൃത്തി നടത്തിയത്. ഇനി കാണാം മാറ്റുലി. ജാതി സംവരണം രാജ്യത്ത് നിർത്തലാക്കണമെന്ന് RSS.
കാണാം നെറ്റ്വർക്ക് പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ. എല്ലാവർക്കും ജീവിക്കാനും എല്ലാവർക്കും അവരുടെ ജീവിതം കരുപ്പിടിപ്പിക്കാനും ആവശ്യമായ ഒരു സാഹചര്യം ഒരുക്കുക എന്നതായിരിക്കണം രാജ്യം ഭരിക്കുന്ന സർക്കാരുകളുടെ ഉത്തരവാദിത്തം. ആ ഉത്തരവാദിത്തം നിർവഹിക്കുന്നതോടൊപ്പം താഴെത്തട്ടിലുള്ള പാവപ്പെട്ട ജനവിഭാഗങ്ങളെ ഈ ജാതിയുടെ പേരിൽ അതുപോലെ തന്നെ മറ്റ് വിഭാഗത്തിൻ്റെ പേരിൽ താഴെത്തട്ട് നിൽക്കുന്നവരെ ഉയർത്തിക്കൊണ്ടുവരുന്ന ബോധപൂർവമായ ശ്രമം വേണം. അത് വരുന്നതുവരെ ഭരണഘടനാ ലിഖിതമായിരിക്കുന്ന സംവരണ വ്യവസ്ഥ ഉണ്ടാകുക അത്തരം വിഭാഗങ്ങൾക്ക് എന്നതാണ് ഇപ്പോൾ അടിയന്തരമായിട്ടുള്ളത്. അത് പുതിയ ആളുകളെ സംവരണത്തിലേക്ക് കൊണ്ടുവരുന്നതിനോടും യോജിപ്പില്ല. മുഴുവൻ ജനതയ്ക്കും സന്തുലിതമായ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ശ്രമം ഉണ്ടാകുക എന്നതാണ് പ്രധാനമായിട്ടും നമ്മൾ ആഗ്രഹിക്കേണ്ടത്. താഴെത്തട്ടിലിരിക്കുന്ന ജാതിയുമായി പിന്നോക്കം നിൽക്കുന്ന ആളുകളെ സമൂഹത്തിൻ്റെ മുഖ്യ ശ്രേണിയിലേക്ക് കൊണ്ടുവരാനായിരുന്നു സംവരണങ്ങൾ, ജാതി സംവരണങ്ങൾ ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് ഈ ജാതി സംവരണങ്ങൾ വലിയൊരു ശതമാനം ദുരുപയോഗപ്പെടുത്തുകയും യഥാർത്ഥത്തിൽ സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് കിട്ടാതെ ആ ജാതിയിലെ തന്നെ സമ്പന്നർക്ക് മാത്രം ലഭിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ ജാതീയമായ സംവരണം എന്നതിലുപരി സാമൂഹികമായും സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്ന മുഴുവൻ സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുവരുന്നതിനാവശ്യമായ നിലയിലുള്ള സംവരണ സംവിധാനങ്ങളായിട്ട് രാജ്യത്ത് നിലവിലുള്ള സംവരണ നിയമങ്ങളെ മാറ്റണമെന്നുള്ള അഭിപ്രായമാണ് എനിക്ക്. RSSൻ്റെ പ്രഖ്യാപിത നയം ജാതി സംവരണം വേണ്ട എന്നത് തികച്ചും അശാസ്ത്രീയമാണ്. എന്നാൽ ഇതിനു വേണ്ടി പോരാടുന്ന SNDP പോലുള്ള ജാതി സംഘടനകൾ RSSുമായി BJPയുമായി യോജിക്കുക എന്നത് വെറും വിരട്ടത്താപ്പാണ്. അതൊരിക്കലും സാധിക്കാത്ത കാര്യമാണ്. ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം RSSനെ സംബന്ധിച്ച് അല്ലെങ്കിൽ SNDPയെ സംബന്ധിച്ച് ഒരു പ്രഖ്യാപിത നയമോ പരിപാടിയോ ഇല്ലാത്ത വെറും ഒരു ആൾക്കൂട്ടമായി മാറിയിരിക്കുകയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. RSS ഇതിനിടെയായി ഇന്ത്യയിൽ നിലനിൽക്കുന്ന സംവരണ നയത്തെ ആദ്യം തള്ളിപ്പറയുകയും സംവരണ നയം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുകയാണ്. എന്നാൽ SNDP ആവശ്യപ്പെടുന്നത് സംവരണം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകണമെന്നും കൂടുതൽ സംവരണം ഈഴവ സമുദായത്തിന് ഏർപ്പെടുത്തണമെന്നുള്ള ഡിമാൻഡാണ് മുന്നോട്ട് വെക്കുന്നത്. ഇത് രണ്ടും തമ്മിൽ ഒരിക്കലും പൊരുത്തപ്പെടുന്നില്ല. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ BJPയുമായി SNDPയുടെ കൂട്ടുകെട്ട് അതിൽ അണിനിരന്നിരിക്കുന്ന ജനങ്ങളെ വഞ്ചിക്കുന്ന ഒരു നിലപാടാണ് എന്ന് ആർക്കും തന്നെ നിസ്സംശയം പറയാവുന്നതാണ്. ജാതി സംവരണം ശക്തമായി തുടരണം. RSSൻ്റെ നിലപാടും SNDPയുടെ നിലപാടും പരസ്പര വിരുദ്ധമാണ്. ഇന്ന് കാണുന്ന യോജിപ്പ് എന്ന് പറയുന്നത് SNDP വിഭാഗത്തിലോ അല്ലെങ്കിൽ പിന്നോക്ക വിഭാഗങ്ങളുടെ താല്പര്യത്തിനല്ല, മറിച്ച് SNDPയിലുള്ള വളരെ ഉയർന്ന പുത്തൻ പണക്കാരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് SNDP RSSുമായി കൈകോർക്കാനുള്ള ശ്രമം നടക്കുന്നത് എന്നാണ് പറയാനുള്ളത്. ഇന്ത്യയിലെ പിന്നോക്കാവസ്ഥ നിലനിർത്തുന്നിടത്തോളം കാലം സംവരണം അത്യാവശ്യ ഘടകമാണ്. ഭരണഘടന വാഗ്ദാനം ചെയ്ത് അതുകൊണ്ടാണ് ഈ ഇന്ത്യൻ സമൂഹത്തിൽ ഒരു പടി ഏറ്റവും കൂടുതൽ ശതമാനം ആളുകൾ പിന്നോക്കാവസ്ഥയിൽ കഴിയുന്നവരാണ്. അവരെ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഭരണഘടന വാഗ്ദാനം ചെയ്ത സംവരണം. അത് ഉള്ളിടത്തോളം കാലം സംവരണം അത്യാവശ്യ ഘടകമാണ്. പ്രധാന വാർത്തകൾ കാണാം ഒരിക്കൽ കൂടി. 24 മണിക്കൂർ ദേശീയ പണിമുടക്ക്. കേരളത്തിൽ ജനജീവിതം സ്തംഭിച്ചു. പണിമുടക്ക് ദിനത്തിൽ തൃക്കരിപ്പൂർ പഞ്ചായത്ത് ഓഫീസിൽ ജോലിക്കെത്തിയ ജീവനക്കാരനെ മർദ്ദിച്ചതായി പരാതി. കാസർഗോഡ് റവന്യൂ ജില്ലാ അധ്യാപക TTI കലോത്സവം സമാപിച്ചു. SNTTI നീലേശ്വരവും ഡയറ്റ് മായിപ്പാടിയും 1ഉം 2ഉം സ്ഥാനങ്ങളിൽ. താവം റെയിൽവേ ഗേറ്റ് അറ്റകുറ്റപ്പണിക്കായി അടച്ചിട്ടു. ബുധനാഴ്ച രാവിലെ മുതൽ വ്യാഴാഴ്ച വൈകുന്നേരം 6 മണിവരെയാണ് ഗേറ്റ് അടച്ചിടുന്നത്. ചെറുകുന്ന് പഞ്ചായത്തിലെ പൂങ്കാവ് പ്രദേശത്തെ നാട്ടുകാരുടെ യാത്രാ ദുരിതത്തിന് അറുതിയാകുന്നു. പൊട്ടിപ്പൊളിഞ്ഞ പൂങ്കാവ് മുട്ടിൽ അണക്കെട്ട് റോഡ് 38 ലക്ഷം രൂപ ചെലവിൽ ടാറിംഗ് നടത്തുന്നു. പ്രമുഖ കന്നഡ എഴുത്തുകാരൻ MM കലബുർഗിയെ കൊലപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ച് പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെയും കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെയും ആഭിമുഖ്യത്തിൽ പിലാത്തറയിൽ പ്രതിഷേധ കൂട്ടായ്മ. പച്ചത്തേങ്ങയുടെ വിലയിടിച്ചിൽ തുടരുന്നു. ന്യായവില നൽകി പച്ചത്തേങ്ങ സംഭരിക്കണമെന്ന് കേര കർഷകർ. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.